മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടനം നടത്തി. കോതമംഗലം മുനിസിപ്പൽ മെയിൻ ബസ് സ്റ്റാൻഡിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽപ്പെടുത്തി 52 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത്. ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇതോടെ കൂടുതൽ സൗകര്യം ലഭിക്കും. ഇപ്പോഴുള്ള കംഫർട്ട് സ്റ്റേഷന്റെ അപര്യാപ്തത കണക്കിലെടുത്താണ് പുതിയത് നിർമ്മിച്ചത്. ചടങ്ങിൽ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. കോതമംഗലത്തെ മാധ്യമങ്ങളിൽ വാർത്തയ്ക്ക് ഇടം നേടുന്ന ഒരു വിഷയമായിരുന്നു നമ്മുടെ ഈ പട്ടണത്തിൽ ദിവസേന വന്നു പോകുന്ന നൂറുകണക്കിനായിട്ടുള്ള യാത്രക്കാർക്കും മറ്റു വ്യാപാരികൾക്കും ഒക്കെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല സൗകര്യം ഈ സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ വേണമെന്നുള്ളത്. നിരവധി ശ്രമങ്ങൾ നേരത്തെ നടത്തിയെങ്കിലും ആ ശ്രമങ്ങളൊന്നും ആ നിലയിൽ നമുക്ക് വിജയത്തിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഇപ്പോ സംസ്ഥാനത്താകെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പ്രത്യേകമായി താല്പര്യപ്പെടുത്തുകൊണ്ടാണ് ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി വഴിയോര വിശ്രമ കേന്ദ്രം എന്നുള്ള നിലയിൽ ഇന്ന് കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളും നമ്മൾ കടന്നു പോകുമ്പോൾ സിന്ധു ഗണേശൻ, KA നൌഷാദ്, രമ്യ വിനോദ്, PR ഉണ്ണികൃഷ്ണൻ, റോസ്ലി ഷിബു, റിൻസ് റോയി, എൽദോസ് പോൾ, PP മൈദീൻ ഷാ, MB നൌഷാദ്, സജി മാടവന, ജോജി പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. GTV ന്യൂസ് കോതമംഗലം.